ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 13:13 വായിക്കുന്നു. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശ്വാസി സ്നേഹത്തിൽ നടക്കേണ്ടവനും മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തേണ്ടവനുമാകുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ജീവിക്കേണ്ടതാകുന്നു. ഒരു ദൈവവൈതലിൻ്റെ ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ബഹുഭൂരിപക്ഷം കുറ്റകൃത്യങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും ഇരുളിൽ നടക്കുന്ന പ്രവൃത്തികളാണ്. നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്, അതായത് വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു. പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ എന്നിവ പിന്തുടരാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കേണ്ടതാകുന്നു. ദൈവഹിതമല്ലാത്ത അത്യാഡംബര ജീവിതവും ലഹരി ഉപയോഗങ്ങളും ലൈംഗിക അധാർമികതയും കാമവികാരങ്ങളും സഹോദരങ്ങളിടയിലുള്ള അസൂയയും പിണക്കവും ഒഴിവാക്കേണ്ടതാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പുതിയ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കേണ്ടതാകുന്നു. അനിന്ദ്യമായ രീതിയിൽ നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ക്രിസ്തുവിലൂടെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനും ഇടയാകണം. കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, വിശുദ്ധിയിലും വേർപാടിലും സത്യസന്ധതയിലുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതെ, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവാൻ നമ്മെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് us.